ഓണം പ്രമാണിച്ചൊരു ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആക്കി ഇട്ടാലോ എന്ന്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു കേട്ടോ, എൻ്റെ ചെറുപ്പകാലത്തിലത്തെ ഓണമെല്ലാം എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്നറിയോ. അത്തം വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും നമ്മൾ പൂക്കളൊക്കെ ഇടാൻ റെഡി. അത്തം തൊട്ട് 10 വരേക്കും നമ്മൾ എല്ലാവരുടെ വീട്ടിലും പൂക്കളിടും കേട്ടോ. അപ്പുറത്തെ ഇപ്പുറത്തെ എല്ലാം വീട്ടിൽ ചെന്ന് രാവിലെ എഴുന്നേറ്റ് പോയി നോക്കും ഓരോരുത്തരുടെ വീട്ടിലെ പൂക്കൾ എങ്ങനെയുണ്ട്, ആരുടെ വീട്ടിലെ കാണാൻ ഭംഗി, നിൻ്റെ വീട്ടിലാണോ എൻ്റെ വീട്ടിലാണോ, ഇങ്ങനെയെല്ലാം. ഇതിനേക്കാൾ ഏറെ ത്രില്ലിംഗായ ഒന്നുണ്ട് കേട്ടോ, ഉത്രാടത്തിൻ്റെ അന്ന് ഡ്രസ്സ് എടുക്കാൻ പോക്ക്. ഒരു ഉത്രാടപ്പാച്ചിൽ തന്നെ. അപ്പോൾ അങ്ങനെ ഒരു ഉത്രാടപ്പാച്ചിലിന് ഇറങ്ങിയതാണ് ഇന്ന്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഡ്രസ്സിൻ്റെ വിലയെല്ലാം കണ്ടപ്പോൾ കിളി വാഞ്ഞു കേട്ടോ. മരണ വില. ഇവിടെ നിന്നൊന്നും മേടിക്കാൻ പറ്റില്ല എന്നപ്പം എനിക്ക് മനസ്സിലായി. പക്ഷേ ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഓണം ബസാറുണ്ടല്ലോ, സംഭവം കിടുവാണ് കേട്ടോ. കാണാൻ അടിപൊളി ഡ്രസ്സുകളെല്ലാം ഉണ്ട്, നല്ല എത്തനിക് വെയറെല്ലാം. അതേപോലെ തന്നെ നല്ല ജ്വല്ലറീസ്, ബ്രേസ്ലെറ്റ്സ് എല്ലാം ഉണ്ട്. വില മാത്രം അന്യായ വിലയായിപ്പോയി. എന്നാലും പക്ഷേ കാണാൻ കൊള്ളാം കേട്ടോ. കണ്ടോ, ഈ സെറ്റ് സാരി എല്ലാം കാണാൻ എന്തു ഭംഗിയാണ്. പക്ഷേ 200-250 ദിറംസാണ് ഇവർ പറയുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്കിതൊരു 1000 രൂപ കൊടുത്താൽ കിട്ടാവുന്ന സംഭവമാണ്. ഒരു ചെറിയ ഓണം ആംബിയൻസ് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ നാട്ടിലെല്ലാം ഓണത്തിൻ്റെ സമയത്ത് ഷോപ്പിങ്ങിന് പോകുമ്പോൾ കടയുടെ ഫ്രണ്ടിൽ മാവേലിയുടെ ഫോട്ടോയും പിന്നെ അതുപോലെ തന്നെ പൂക്കളെല്ലാം ഇട്ട് ഫുള്ള് ഒരു കളർഫുള്ളായിരിക്കുമല്ലോ, അതേപോലെ ഒരു കളർഫുള്ളാണ് ഇവിടെ. അടിപൊളി റിങ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ, നല്ല വലിയ റിങ്ങുകൾ. അങ്ങനെ അവസാനം നമ്മളൊന്നും വാങ്ങാതെ നേരെ പോയി ചട്ടിച്ചോറ് കഴിച്ച് വീട്ടിലേക്ക് ബൈ ബൈ പറയാനുണ്ടായത്. നമ്മുടെ എപ്പോഴത്തെയും ഫേവറേറ്റാണ് കേട്ടോ ഈ ചട്ടിച്ചോറ്. ഭയങ്കര എരിവാണ്, എന്നാലും പക്ഷെ ഭയങ്കര ടേസ്റ്റുമാണ്. ഞാൻ ഇതിനെപ്പറ്റി ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ട് മുന്നേ.